കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലധികമായി പേരാമ്പ്രയിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കൈരളി സർഗോത്സവം എന്ന പേരിൽ ഇ.കെ. നായനാർ മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രഥമ വനിത ശ്രീമതി ഷീജ ശശി സർഗോത്സവത്തിന് ദീപം തെളിയിക്കുകയാണ്. പ്രതിഭകൾ ഏതാനും നിമിഷത്തിനുള്ളിൽ കാഴ്ചവെക്കും. ഏഴാം വാർഷികം എന്ന് പറയുമ്പോൾ എത്രമാത്രം നമ്മുടെ ഈ സാമൂഹിക മണ്ഡലത്തിലേക്ക് തൊഴിൽ നൈപുണ്യം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ സജ്ജരാക്കി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 27 വർഷം പിന്നിടുമ്പോൾ ഇന്നും നമ്മുടെ മേഖലയിൽ വളരെയേറെ പ്രാധാന്യമുള്ള കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ ഒരു വിശേഷമായി കാണേണ്ടത്. ആതുര ശുശ്രൂഷ രംഗത്തും അതുപോലെ തന്നെ കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷനിലേക്ക് അധിഷ്ഠിതമായ കാലത്ത് ആ മേഖലയിലും വളരെ വലിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇവിടെ കോഴ്സുകൾ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായിട്ട് നമ്മൾ കാണേണ്ടത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വളരെ വലിയ തോതില് പല വികസിത രാജ്യങ്ങളോടും ഇടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിദ്യാഭ്യാസം ആർജിച്ചിട്ടുള്ള നമ്മുടെ കേരളം വളരെ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത സംസ്ഥാനമായി മാറിയതും നമ്മുടെ കേരളമാണ്. PTA പ്രസിഡന്റ് KT ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റുഡന്റ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ CK വിനോദ് നിർവഹിച്ചു. സന്തോഷം അറിയിക്കുകയാണ്, അത് ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിനോദ് നടത്തി. BSS ജില്ലാ പ്രോഗ്രാം ഓഫീസർ K. അനിൽകുമാർ, കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിംഗ് ആൻഡ് സ്റ്റഡീസ് ഡയറക്ടർ CS ഗിരീഷ്, പ്രൈവറ്റ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറൽ സെക്രട്ടറി സുനോയ് കൈവൈലി, സ്റ്റാഫ് സെക്രട്ടറി K. പ്രസീത, CT അനൂപ് എന്നിവർ സംസാരിച്ചു. കൈരളി VTC പ്രിൻസിപ്പൽ KB രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡയറക്ടർ I. സുനിത നന്ദി പറഞ്ഞു. തുടർന്ന് കോഴിക്കോട് വായ്പാട്ട് നാട്യ സംഘത്തിന്റെ വാമൊഴിയാട്ടവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുബിത അനിൽ, പ്രൊവിഷൻ ന്യൂസ്, പേരാമ്പ്ര.